കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. AMMA താരസംഘടനയിലെ കരുത്തുറ്റ പോരാളി ടിനി ടോമേട്ടൻ. ടിനി ടോമേട്ട ഇങ്ങടെ ഒരു വോയിസ് ക്ലിപ്പ് ന്വാമിന് ലഭിച്ചിട്ടുണ്ടേ. തന്നെ ഞാൻ 10 പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. താനൊക്കെ മറ്റേ ചിട്ടയുടെ ആളല്ലേ, മിലിറ്ററി. ന്വാം അത് ജനങ്ങളെ ഒന്ന് കേൾപ്പിച്ചോട്ടെ ടിനി ടോമേട്ടാ. നീ ഒന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ. മാച്ചോളാ എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. 60 വയസ്സുള്ള ഒരമ്മയോടുള്ള ചൊരുക്ക്, അവരുടെ മകൻ അയച്ച ഒരു വോയിസ്. ടിനി ടോമേട്ടന്റെ കാര്യം പിടികിട്ടിക്കാണു അല്ലയോ? ജനങ്ങളെ കേൾപ്പിക്കാൻ പോവാം. എന്റെ ഈ അന്നസത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. നിന്റെ അമ്മേ എൻ്റെ വണ്ടി കല്ലെറിയാൻ പോയി, മനസ്സിലായ? വണ്ടിയിലോട്ട് കല്ലെറിയാൻ പോയപ്പോഴാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായ? കല്ല് എറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ. ഇപ്പൊ എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ, മുതലാളി മറന്നുപോയതാ. ആ വ്യക്തി, അതായത് ആർക്കാണോ നിങ്ങൾ ആ വോയിസ് ക്ലിപ്പ് അയച്ചത്, അദ്ദേഹം എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എല്ലാം നിങ്ങൾക്ക് കേൾക്കണ്ടേ? ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇവനൊക്കെ സ്കോട്ട്ലൻഡിലും UK-ലും മൊറോക്കോയിലൊക്കെ വന്ന് കാണിക്കണേന്റെ വീഡിയോ ഒക്കെ എന്റെ ഉണ്ട്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും ഞാനോ പോടാ. ഇവനൊക്കെ എന്റെ പേര് വീഡിയോയിലുണ്ട്, എന്റെ കയ്യിൽ വീഡിയോ ഉണ്ട്. അപ്പൊ അത് ഞാൻ എയറിലിടാം. വെറുതെ പിന്നെ ഈ ചെറുക്കൻ കഞ്ചാവ് യൂസ് ചെയ്യണേന്റെ, ഇവൻ വാങ്ങണേന്റെ, ഇവന്റെ മോശം പറഞ്ഞാൽ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. ശരി, ഇവൻ വലിയ ആനയുടെ കൂരാണ്. ഇവന്റെ പെറ്റ തള്ള താമസിക്കുന്ന ദേശായി ഹോംസിലാ. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് പറയാൻ അവസരം കിട്ടിയില്ലെങ്കിൽ തിരിഞ്ഞു പോലും അവൻ നോക്കാറില്ല. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. മണിമാളികയും കാറും മസ്താനും മറച്ചതാങ്ങും എല്ലാം ഉണ്ട്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര് അല്ലേ? നമ്മളൊക്കെ വലുതാകുമ്പോ, നമ്മളൊക്കെ സെലിബ്രിറ്റി അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മളിൽ പൈസ കൂടുമ്പോൾ നമ്മുടെ പാരന്റ്സിനെ നമ്മൾ അതേപോലെ പരിപോഷിപ്പിക്കാൻ നോക്കണേ. എന്ത് ഇവൻ മാത്രം എന്ത് ഇവന്റെ അമ്മ വേറെ വീട്ടിൽ താമസിപ്പിച്ചേക്കണേ? നിനക്ക് ഗുരു കൊണ്ടുപോകൂടാ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.